കളിച്ചു. തനിക്ക് താങ്ങും തണലുമായ അമ്മയുടെ മരണത്തെ തുടർന്ന് പപ്പയുടെ എതിർപ്പുകൾ അവഗണിക്കാൻ കഴിയാതെ വന്നപ്പോൾ തനിക്ക് ജന്മനാ കിട്ടിയ കഴിവുകൾ, നൃത്തച്ചുവടുകൾ മനഃപൂർവ്വമല്ലെങ്കിലും അവൻ ഉപേക്ഷിക്കേണ്ടി വന്നു. മതി പപ്പ. എന്താ മൈക്കൽ ജാക്സൺ ഒരു ആലോചന? പുതിയ ഡാൻസിനെ കുറിച്ചായിരിക്കും ഇല്ലയോ? മൈക്കൽ ജാക്സൺ അല്ലയോ? എന്താ നോക്കി പേടിപ്പിക്കുന്ന? ഒരാവശ്യമില്ലായിരുന്നു. എടാ മൈക്കിളേ, എടാ മൈക്കൽ ജാക്സൺ, എടാ നിനക്ക് ആടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ അറിയാവോടാ? എന്താ ഒന്നും മിണ്ടാത്തെ? ആടാനും പാടാനും അറിയാത്ത നിനക്കാരാടാ മൈക്കൽ ജാക്സൺ എന്ന് പേരിട്ടത്? കഷ്ടം. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. നല്ല അനുസരണയുള്ള കുട്ടികൾ. ഞാനാണ് ഇനി മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. നാളെ DO വരുന്നുണ്ട്. DO എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമല്ലോ? ഓ, ഞങ്ങൾക്കറിയാം സർ. ഒരു മിന്നൽ പരിശോധനയ്ക്കാണ് അദ്ദേഹം വരുന്നത്. സാറേ, മിന്നൽ മാത്രമേ ഉള്ളോ അതോ ഇടിയും ഉണ്ടാവോ? ആഹാ, നിനക്കൊക്കെ ഒരു ഇടിയുടെ കുറവ് ഞാൻ കാണുന്നുണ്ട്. ശൈലം വന്നില്ല സർ. എന്താണ് നീ പറഞ്ഞത്? ശൈലം വന്നില്ല സർ. അവന്റെ അമ്മ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. നിന്നോട് ചോദിച്ചോ? എന്നോട് എന്തിനാ ചോദിക്കുന്നത് സർ? അവന്റെ അമ്മയല്ലേ അവൻ ആശുപത്രി കൊണ്ടുപോയത്. ഓ, നീ അതിസാമർത്ഥ്യക്കാരനാണല്ലേ? എന്താടാ നിന്റെ പേര്? പേര് പറയടാ. തർക്കുത്തരം പറയുന്നോടാ. ഇന്ന് ഞാൻ സാറേ, അത് തന്നെ അവന്റെ പേര്. വെരി ഗുഡ്. അപ്പൊ നിനക്ക് പാടാൻ അറിയാവോ? ഇല്ല സർ. വെരി ബാഡ്. ഡാൻസോ? എടാ ചോദിച്ച കേട്ടില്ലേടാ? ഡാൻസ് ചെയ്യാൻ അറിയാവോന്ന്? ഇല്ല സർ. പിന്നെ എന്തോന്ന് മണക്കോസ് ജാക്സൺ ആടാ? എടാ, നീ എന്തിനാടാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ എന്താ തുള്ളിച്ചാടണോ? ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഗുഡ് ഐഡിയ. സോണിയ, നീ മിടുക്കിയാണല്ലേ. ഞാൻ ഏറ്റു. എന്താടാ എന്തു പറ്റി? എന്നെ ഡാൻസ് പഠിപ്പിക്കണം. നാളെ തന്നെ ഏർപ്പാടാക്കണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് ശരിയാക്കാം. നാളെ തന്നെ ഏർപ്പാടാക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ. ശരി, നാളെ തന്നെ ഏർപ്പാടാക്കാം. ആ